Hey YouTubers, എല്ലാവർക്കും നമസ്കാരം. You're on Techno Factory with me Sumodh and welcome to YBB, your budget build segments. ഇന്ന് കുറച്ച് PC build spec recommendations ആണ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. സ്റ്റാർട്ടിംഗ് ഫ്രം ഒരു എൻട്രി ലെവൽ 40-50,000 റേഞ്ചിന് ഒരു 1,35,000 ഈ റേഞ്ചിൽ ഇൻ കേസ് നിങ്ങൾ PC ബിൽഡ് ചെയ്യാൻ നോക്കുന്നുണ്ടെങ്കിൽ ഈ പറയുന്ന സ്പെക്സ് നിങ്ങൾക്കൊന്ന് ഫോളോ ചെയ്ത് നോക്കാം. സോ തുടങ്ങാം. ബിഫോർ വി സ്റ്റാർട്ട് ഒന്ന് രണ്ട് കാര്യങ്ങൾ ഇമ്പോർട്ടൻ്റ് ആയിട്ട് പറയാനുണ്ട്. ഫസ്റ്റ് നമ്മളൊരു ബഡ്ജറ്റ് റേഞ്ചിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. സോ ഇവിടെ നമ്മൾ DDR4 ആണ് ഞാൻ പറയുന്നത്. ഓൾദോ നിങ്ങൾക്ക് വേണമെങ്കിൽ DDR5 ഷിഫ്റ്റ് ആകാം, ബട്ട് ഒരു എൻട്രി ലെവൽ റേഞ്ചിൽ ഞാൻ DDR5 ആണ് പറയുന്നത്. അതേപോലെ എല്ലാ ബിൽഡ് റെക്കമെൻഡേഷൻസിലും SSD ഞാൻ സ്റ്റാൻഡേർഡ് ആയിട്ട് 1 TB Gen 4 WD-SN580 എന്ന മോഡലിൻ്റെ പ്രൈസ് കാൽക്കുലേറ്റ് ചെയ്തുകൊണ്ടാണ് ഫുൾ സ്പെക്ക് പറയുന്നത്. അതേപോലെ ക്യാബിനറ്റ് നിങ്ങളുടെ പ്രിഫറൻസ് ആണ്, നിങ്ങൾക്ക് ഇഷ്ടമുള്ള ക്യാബിനറ്റ് ചൂസ് ചെയ്യാം. ഓവറോൾ സ്പെക്ക് യൂണിഫോം ആയിട്ടിരിക്കാൻ വേണ്ടി നമ്മളിവിടെ ആൻറ്റി സ്പോർട്സിൻ്റെ ICE 300 Mesh V2 എന്ന മോഡൽ ഓർ ആൻറ്റി സ്പോർട്സിൻ്റെ തന്നെ 211 Air എന്ന മോഡലിൻ്റെ പ്രൈസിംഗ് ഇട്ടാണ് ഫുൾ സ്പെക്ക് പറയുന്നത്. ആൻഡ് ഫൈനലി ഈ പറയുന്ന സ്പെക്സിലെ പ്രൈസിംഗ് എല്ലാം നമ്മുടെ TKFൻ്റെ ഓൾ ഇൻക്ലൂസീവ് പ്രൈസ് ആയിരിക്കും ഞാൻ പറയുന്നത്. ദാറ്റ് ഈസ് PC ബിൽഡിംഗ്, ഇൻസ്റ്റലേഷൻ, ടെസ്റ്റിംഗ്, ബെഞ്ച് മാർക്കിംഗ് എല്ലാത്തിൻ്റെയും ഓൾ ഇൻക്ലൂസീവ് 2,000 rupees വിൻഡോസ് 10 Proയുടെ 650 rupees ഇൻക്ലൂഡ് ചെയ്തുകൊണ്ടുള്ള പ്രൈസാണ് നമ്മൾ എല്ലാത്തിലും പറയുന്നത്. പിന്നെ ഇമ്പോർട്ടൻ്റ്ലി എല്ലാ സ്പെക്കിലും പുതിയ പാർട്സിൻ്റെ പ്രൈസിംഗ് ആണ് ഞാൻ പറയുന്നത്. കംപ്ലീറ്റ് ഫ്രഷ് ബിൽഡ് ആൻഡ് ന്യൂ പാർട്സ്. യൂസ്ഡ് പാർട്സിൻ്റെ ഞാൻ ഈ വീഡിയോയിൽ പറയുന്നില്ല, മേ ബി അതിനൊരു സെപ്പറേറ്റ് ഞാൻ വീഡിയോ ചെയ്യാം. ബട്ട് ഈ വീഡിയോ എക്സ്ക്ലൂസീവ്ലി പുതിയൊരു ബിൽഡ് വേണം, യൂസ്ഡ് പാർട്സ് താല്പര്യമില്ല, എടുക്കാൻ താല്പര്യമില്ലാത്തവർക്ക് വേണ്ടിയുള്ളതാണ് ഫുൾ ന്യൂ പാർട്സ് വെച്ചുള്ളത്. സോ വൺസ് അഗൈൻ ക്ലിയർ ആയിട്ട് പറയുവാണ്, SSD ആൻഡ് ക്യാബിനറ്റ് നിങ്ങളുടെ ചോയ്സ് ആണ്. 1 TB വേണ്ടെങ്കിൽ 500 GB മതിയെങ്കിൽ നിങ്ങൾക്ക് അതിൽ നിന്ന് അത്രയും കോസ്റ്റ് റെഡ്യൂസ് ചെയ്യാം. ആൻഡ് പ്രൈസിംഗ് എല്ലാം ഇൻക്ലൂസീവ് ഓഫ് ടാക്സ് ആൻഡ് TKFൻ്റെ ബിൽഡ് കോസ്റ്റ് എല്ലാം ഇൻക്ലൂസീവ് ആയിട്ടുള്ള പ്രൈസാണ് ഇവിടെ പറയുന്നത്. എനിവേസ് ലെറ്റ് സ്റ്റാർട്ട്. ഒരു എൻട്രി ലെവൽ 40,000 ആ പ്രൈസ് റേഞ്ചിൽ നിന്ന് തുടങ്ങാം. 40 റേഞ്ചിൽ നമുക്ക് രണ്ട് ഓപ്ഷൻസ് ഞാൻ പറയാം. Ryzen നോക്കുവാണെങ്കിൽ Ryzen 5 5500. ബഡ്ജറ്റ് ഒന്ന് സ്ക്വീസ് ചെയ്യാൻ വേണ്ടി B450 ബോർഡാണ് ഇവിടെ പറയുന്നത്. MSIയുടെ B450M Pro VDH Max. ഇൻ കേസ് B550 വേണമെന്നുണ്ടെങ്കിൽ അസ്യൂസിൻ്റെ പ്രൈം B550MK മോഡൽ നോക്കാം. കോസൈൻ്റെ അല്ലെങ്കിൽ G-Skills എനി റാം 16 GB ആണ്, 2x8 GB 3200 MHz മിനിമം. SSD ഓൾറെഡി പറഞ്ഞു, WD58 NVMe SSD. ആൻഡ് ഒരു കാര്യം കൂടി, NVMe SSD ആൻഡ് റാമിൻ്റെ പ്രൈസസ് കൂടിയിട്ടുണ്ട്. സ്പെഷ്യലി NVMe SSDസിൻ്റെ ഒരു 30% ഇൻക്രിമെൻ്റ് ആണ് കാണുന്നത്. ഗ്രാഫിക്സ് കാർഡ് നമുക്ക് അൺഫോർച്ചുനേറ്റ്ലി ഒരു 40,000 റേഞ്ച് ബഡ്ജറ്റിൽ വേറെ ഓപ്ഷൻ ഒന്നുമില്ല. ബഡ്ജറ്റ് റേഞ്ചിൽ GTX 1650 ആൻഡ് RX 6400 ആണുള്ളത്. ഗെയിമിംഗ് ആണെങ്കിൽ 6400 കുറച്ച് ബെറ്റർ ആണ്. ഓവറോൾ പെർഫോമൻസ് വേണമെങ്കിൽ 1650 ചൂസ് ചെയ്യാം. രണ്ടും നിയർലി ഒരു 12,000 പ്രൈസ് കാറ്റഗറിയിൽ വരുന്ന GPUs ആണ്. പവർ സപ്ലൈ ഡീപ് കൂൾഡ് PK 550 വാട്ട്സിന്റെ ആണ്. സോ ഓവറോൾ ടോട്ടൽ പ്രൈസ് നമുക്കൊരു 46,000 പ്രൈസ് റേഞ്ച് ആണ് വരുന്നത്. ഇതിൽ ഇൻ കേസ് SSD കുറയ്ക്കുകയാണെങ്കിൽ ഒരു 42,000 43,000 ഈ പ്രൈസ് റേറ്റ് കുറയും. ആൻഡ് ഇതേപോലെ 40,000 റേഞ്ചിൽ ഇന്റൽ ബിൽഡ് നോക്കുന്നുണ്ടെങ്കിൽ Intel i3 12100Fഉം DDR4 പ്ലാറ്റ്ഫോം സ്റ്റിക്ക് ഓൺ ചെയ്യാനാണെങ്കിൽ അസ്യൂസിന്റെ H610M മദർ ബോർഡ് ചൂസ് ചെയ്യാം. നിയർലി ഒരു 7,000 റേഞ്ച് കിട്ടും. ബാക്കിയെല്ലാം സെയിം സ്പെക്സ് തന്നെയാണ്. ഇതും അപ്രോക്സിമേറ്റ്ലി 500 GB ആണെങ്കിൽ ഒരു 44,000 റേഞ്ച് വരും. സോ അൺഫോർച്ചുനേറ്റ്ലി ഇതിന് താഴെ നിങ്ങൾ ബഡ്ജറ്റ് നോക്കുന്നുണ്ട്, ഒരു 40-30,000 റേഞ്ച് നോക്കുന്നുണ്ടെങ്കിൽ APU ബിൽഡ്സ് തന്നെ നോക്കണം. APU ബിൽഡ് എന്ന് പറയുമ്പോൾ Ryzen 5 5600G ബേസ്ഡ് ഒരു ബിൽഡേ ചെയ്യാൻ പറ്റത്തുള്ളൂ. ഇപ്പം റെക്കമെൻഡ് ചെയ്യുന്ന ഏറ്റവും ആ ഒരു റേഞ്ച് 30,000 റേഞ്ചിൽ നോക്കുന്നെങ്കിൽ ഈ സ്പെക്ക് മാത്രമേ ഉള്ളൂ. ഇത് രണ്ടും എൻട്രി ലെവൽ ബിൽഡ്സ് ആണ്. രണ്ടിലും പറഞ്ഞേക്കുന്ന മദർ ബോർഡ്സും എൻട്രി ലെവൽ ആണ്. ഫ്യൂച്ചർ അപ്ഗ്രേഡ്സ് നിങ്ങൾ പ്ലാൻ ചെയ്യുന്നുണ്ടെങ്കിൽ B760 മദർ ബോർഡ് ആയിരിക്കും ബെറ്റർ ഓപ്ഷൻ. ഒരു 4,000 rupees എക്സ്ട്രാ സ്പെൻഡ് ചെയ്താൽ B760 ബെസ്റ്റ് ചോയ്സ്. സെയിം വേ ബഡ്ജറ്റ് ഒരു ഇച്ചിരി കൂടുതലുണ്ട്, ഒരു നിയർലി 55-60 ഇടയ്ക്ക് ബഡ്ജറ്റ് ഉണ്ടെങ്കിൽ ഈ പറയുന്ന സ്പെക്ക് നോക്കാം. പ്രോസസർ സെയിം ആണ്, Ryzen 5 5500. അസ്യൂസിന്റെ പ്രൈം B550MK മദർ ബോർഡ് ആണ്, 9,000 rupees. ബാക്കി സ്പെക്ക് ഓൾമോസ്റ്റ് സെയിം ആണ്. ഇവിടെ GPU ആണ് ചേഞ്ച് ആകുന്നത്. GPU പുതിയതാണെങ്കിൽ സഫാന്റെ Radeon RX 6600 8GB വേരിയന്റ് ബെസ്റ്റ് ചോയ്സ് ആയിരിക്കും. ആൻഡ് ഇൻ കേസ് NVIDIA ആണ് വേണ്ടതെങ്കിൽ വേറെ ഓപ്ഷൻ ഇല്ല, RTX 3050 ആണ് ബെറ്റർ. ഓൾസോ ഇവിടെ കൺസിഡർ ചെയ്യാൻ പറ്റിയ ഒരു GPU ആണ് ഇന്റലിന്റെ Arc A750. നിയർലി 20,000 പ്രൈസ് ബ്രാക്കറ്റിൽ കിട്ടുന്നതാണ്. ഇന്റൽ GPUs കമ്പാരിറ്റീവ്ലി ബെറ്റർ ആയിട്ടുണ്ട്. സോ നിങ്ങൾ ജസ്റ്റ് യൂട്യൂബ് ബെഞ്ച് മാർക്സും കാര്യങ്ങളൊക്കെ കുറച്ച് ആർട്ടിക്കൽസ് ഒക്കെ നോക്കിയിട്ട് പർച്ചേസ് ചെയ്യുന്നത് നല്ലതായിരിക്കും. സോ ഈ ബിൽഡ് നമുക്കൊരു 57,000 പ്രൈസ് റേഞ്ചിൽ ചെയ്യാൻ പറ്റിയ ഒരു ബിൽഡാണ്. ഇതിൽ പ്രോസസർ കുറച്ചും കൂടി ബെറ്റർ വേണമെന്നുണ്ടെങ്കിൽ Ryzen 5 5600 നല്ലൊരു ചോയ്സ് ആയിരിക്കും. ബട്ട് അഗെയിൻ ബഡ്ജറ്റ് ഒരു 3,000 to 4,000 rupees ഇൻക്രീസ് ആകും. അത് നിങ്ങളുടെ ചോയ്സ് ആണ്. ഒരു 60 റേഞ്ച് ബഡ്ജറ്റ് ഉണ്ടെങ്കിൽ
5600 നോക്കാം. ബട്ട് സ്റ്റിൽ ഈ പ്രൈസ് റേഞ്ചിൽ 5500 നല്ലൊരു ചോയ്സ് ആയിരിക്കും. ആൻഡ് 9000 ഈസിലി കിട്ടും. നെക്സ്റ്റ് ഒരു 60 അബവ് കാറ്റഗറിയിലോട്ട് പോവുകയാണെങ്കിൽ 1-2 ഇന്റൽ ബിൽഡ്സ് ഉണ്ട് പറയാനായിട്ട്. സോ ഇവിടെ നമുക്ക് 3 സ്പെക്ക് കാണാം. ഓൾമോസ്റ്റ് ഐഡന്റിക്കൽ ആണ്. നിങ്ങളുടെ ഓരോ ബഡ്ജറ്റ് അനുസരിച്ച് നിങ്ങൾക്ക് ഇതിൽ വേരിയേഷൻസ് വരുത്താം. 64,000 റേഞ്ച് ആണെങ്കിൽ ഫസ്റ്റ് സ്പെക്ക് നോക്കാം. Intel i5 12400F, MSIയുടെ B760M ബോംബർ വൈഫൈ മദർ ബോർഡ്, DDR5 ബോർഡാണ്. കോർസൈൻ്റെ അല്ലെങ്കിൽ G-Skillsന്റെ 16GB സിംഗിൾ സ്റ്റിക്ക് 5200 MHz റാം, നിയർലി 4000 പ്രൈസ് റേഞ്ച് ആണ്. സെയിം ആണ് SSD WDയുടെ SN580. GPU ഇവിടെ സഫയറിന്റെ RX 6600 8GB ഓർ 3050 NVIDIA നോക്കുന്നെങ്കിൽ ബാക്കി കോമ്പണൻസും ഓൾമോസ്റ്റ് സെയിം സിമിലർ ആണ്. സോ ഓവറോൾ 64,000 പ്രൈസ് റേഞ്ച് ആണ് വരുന്നത്. ഇൻ കേസ് നിങ്ങൾക്ക് ഇതിൽ നിന്ന് ഒരു 5,000 rupees എക്സ്ട്രാ ഉണ്ട്, ഒരു ഇച്ചിരി ബെറ്റർ GPU വേണമെന്നുണ്ടെങ്കിൽ GPU നിങ്ങൾക്ക് ഗിഗാബൈറ്റിന്റെ RTX 3060 ഓപ്റ്റ് ചെയ്യാം. 12GB വേരിയന്റ്, ഗിഗാബൈറ്റിന്റെ ഗെയിമിംഗ് OC മോഡൽ 24,000 to 25,000 ഇടയ്ക്കാണ് പ്രൈസിംഗ് വരുന്നത്. ബാക്കി ഓൾമോസ്റ്റ് സെയിം സ്പെക്ക് ആണ്. നിങ്ങളുടെ ബഡ്ജറ്റിൽ ഇത് ഡിപ്പെൻഡ് ചെയ്യും. ഈ 3 സ്പെക്കും ഗെയിമിംഗ്, എഡിറ്റിംഗ് വൈസ്, റെൻഡറിംഗ് എല്ലാത്തിനും കുഴപ്പമില്ലാത്തതാണ് ആ ഒരു ബഡ്ജറ്റ് കാറ്റഗറിയിൽ. 3050 GPU ആണെങ്കിൽ മേ ബി അത്ര ഹെവി പെർഫോമൻസ് കിട്ടത്തില്ലായിരിക്കും കമ്പയർ ടു 3060 ഓർ അതിന്റെ നെക്സ്റ്റ് വന്ന സ്പെക്കാണ് 4060 ആണ് അതിൽ വരുന്നത്. സോ എൻ്റെ റെക്കമെൻഡേഷൻ 3050 ബിൽഡ് നോക്കാതെ ഒരു ഇച്ചിരി സ്പെൻഡ് ചെയ്ത് 4060 പോകുന്നതായിരിക്കും ബെറ്റർ. അതാണ് ഈ ഫൈനൽ വന്നേക്കുന്ന സ്പെക്ക്. ഇതിലും പ്രോസസ്സർ സെയിം ആണ്, മദർ ബോർഡ് എല്ലാം സെയിം ആണ്, എക്സെപ്റ്റ് GPU 4060 GPU കിട്ടും. പ്രൈസസ് അത്യാവശ്യം കുറഞ്ഞിട്ടുണ്ട്. സോ അതുകൊണ്ടാണ് 4060 ഞാൻ റെക്കമെൻഡേഷൻ പറയുന്നത്. അല്ലെങ്കിൽ 3060 4060യുടെ പെർഫോമൻസ് വൈസ് ഒരു 10% ഡിഫറൻസേ വരുന്നുള്ളൂ. ബട്ട് പ്രൈസിങ് ഇപ്പോൾ കുറഞ്ഞതുകൊണ്ടും RTX 4000 സീരീസിലെ പുതിയ ഫീച്ചേഴ്സ് എൻഹാൻസ്ഡ് ആയിട്ട് ആഡ് ആയതുകൊണ്ടാണ് 40 സീരീസ് ഞാൻ റെക്കമെൻഡ് ചെയ്യുന്നത്. സോ 64,000 69,000 ആൻഡ് 73,000 പ്രൈസ് റേഞ്ചിൽ വരുന്ന 3 സിമിലർ ഐഡന്റിക്കൽ സ്പെക്സ് ആണ് വിത്ത് ചേഞ്ച് ഇൻ ഗ്രാഫിക്സ് കാർഡ്. പ്രോസസ്സറിൽ ചെറിയൊരു അപ്ഗ്രേഡ് ചെയ്തൊരു സ്പെക്കാണ് ഈ കാണുന്നത്. ഇതൊരു 80,000 പ്രൈസ് റേഞ്ച് വരും. പ്രോസസ്സറാണ് ഇവിടെ ചേഞ്ച് ആകുന്നത്. കുറച്ചും കൂടി ബെറ്റർ പ്രോസസ്സിംഗ് പവർ വേണമെന്നുണ്ടെങ്കിൽ Intel i5 13400F അല്ലെങ്കിൽ Intel i5 13500 ബെസ്റ്റ് ചോയ്സ് ആണ്. ഇൻ കേസ് എഡിറ്റിങ്ങും ഗെയിമിംഗ് എല്ലാം കൂടി ഒരു ഓൾറൗണ്ട് പർപ്പസിന് വേണ്ടി ഒരു PC നോക്കുന്നുണ്ടെങ്കിൽ 13500ൽ iGPU വരുന്നുണ്ട്. സോ എഡിറ്റിങ്ങിന് കുറച്ചും കൂടി ബെറ്റർ ആയിട്ട് ഹെൽപ്പ് ചെയ്യുന്നതായിരിക്കും. 3,000 rupees എക്സ്ട്രാ ഇടുവാണെങ്കിൽ ഓവറോൾ ബെറ്റർ പെർഫോമൻസ് കിട്ടുന്ന Intel i5 13500 നിങ്ങൾക്ക് മൂവ് ആകാം. അതാണ് 83,000 പ്രൈസ് റേഞ്ച് വരുന്ന ബിൽഡ്. ഇതേ സിമിലർ റേഞ്ചിൽ AMD നോക്കുന്നുണ്ടെങ്കിൽ AMDയുടെ കുറച്ച് ഓപ്ഷൻസ് ഉണ്ട്. AMDയിലെ 1-2 പ്രോസസ്സേഴ്സിന്റെ പ്രൈസ് ഇപ്പോൾ കുറഞ്ഞിട്ടുണ്ട്. റൈസൺ ടോപ്പ് സൈഡിലെ Ryzen 9 7900Xന്റെ പ്രൈസ് ഓൾമോസ്റ്റ് നിയർലി 7700Xന്റെ പ്രൈസ് ആയിട്ട് കുറഞ്ഞിട്ടുണ്ട്. ഇതിപ്പം ഓഫർ ആണോ എന്താണെന്ന് അറിയത്തില്ല. ബട്ട് പ്രൈസ് ഈസ് ഡൗൺ. സോ AMD സൈഡ് നോക്കുന്നെങ്കിൽ AMDയുടെ Ryzen 5 7600X, ഗിഗാബൈറ്റിന്റെ B650M ഗെയിമിംഗ് വൈഫൈ മദർ ബോർഡ്, 2 റാം സ്ലോട്ട്സ് ഉള്ളതാണ്. സോ സിംഗിൾ 16GB റാം ആണ് റെക്കമെൻഡ് ചെയ്യുന്നത് 5600 MHzന്റെ. ആൻഡ് ഓൾസോ റൈസന്റെ ആയതുകൊണ്ട് പറ്റുവാണെങ്കിൽ 6000 MHzന്റെ നിങ്ങൾക്ക് നോക്കാം. ബാക്കി സ്പെക്ക് ഓൾമോസ്റ്റ് ഐഡന്റിക്കൽ ആണ്. ഇതിൽ വലിയ ചേഞ്ച് ഒന്നുമില്ല. ഇതിന് ബെറ്റർ ആയിട്ടുള്ള സ്പെക്ക് ആണ് 4060 GPU വെച്ചിട്ടുള്ളത്. ഓവറോൾ പ്രൈസിംഗ് 82,500 മേലെ വരും. നെക്സ്റ്റ് ആണ് പ്രൈസ് കുറച്ചൊന്ന് കുറഞ്ഞ പ്രോസസ്സർ, Ryzen 9 7900X പ്രോസസ്സറിന്റെ 12 കോഴ്സും 24 ത്രെഡ്സും വരുന്ന പ്രോസസ്സറാണ്. സോ ഈ പ്രോസസ്സർ വെച്ചിട്ട് നമുക്കൊരു 1 lakh റേഞ്ചിലും 1,35,000 റേഞ്ചിലും ചെയ്യാൻ പറ്റിയ 2 സ്പെക്സ് ആണ്. 1 lakh റേഞ്ച് നോക്കുന്നുണ്ട്. അത്യാവശ്യം എഡിറ്റിംഗും കാര്യങ്ങൾക്ക് മെയിൻ ഇമ്പോർട്ടൻസ് കൊടുത്തുകൊണ്ടുള്ള ബിൽഡ്സ് ആണ് ഇത് രണ്ടും. ഗെയിമിംഗും ചെയ്യാൻ പറ്റും, ഗെയിമിംഗ് ചെയ്യാൻ പറ്റില്ല എന്ന് പറയുന്നില്ല. ബട്ട് ഓഫ് കോഴ്സ് ഗെയിമിംഗിന് നമുക്ക് Ryzen 9ന്റെ ആവശ്യമൊന്നുമില്ല. ഈവൻ Ryzen 7 ഓർ Ryzen 5 വിത്ത് ഗുഡ് GPU നമുക്ക് ബെറ്റർ ആയിരിക്കും. സോ Ryzen 9 7900X, MSIയുടെ Pro B650S വൈഫൈ മദർ ബോർഡാണ്. ഫുൾ സൈസ് ATX മദർ ബോർഡ്. റാം ഇവിടെ നമ്മൾ 32GB ആണ് റെക്കമെൻഡ് ചെയ്യുന്നത്. കോർസെൽ അല്ലെങ്കിൽ കിങ്സ്റ്റന്റെ 2x16GB. Inno 3Dയുടെ RTX 4060 ആണ് ഫസ്റ്റ് സ്പെക്കിൽ. പവർ സപ്ലൈ ഡീപ് കൂൾഡ് ഓർ MSIയുടെ 650 വാട്ട്സിന്റെ നോക്കാം. 1,35,000 മൂവ് ആകുമ്പോൾ നമുക്ക് ഇവിടെ മേജർ ചേഞ്ച് വരുന്നത് GPU ആണ്. GPU ഇവിടെ Asusന്റെ RTX 4070 12GB ചൂസ് ചെയ്യാം. അല്ലെങ്കിൽ AMD സൈഡ് ആണ് നോക്കുന്നതെങ്കിൽ Sapphireന്റെ RX 7800 XT 16GB വേരിയന്റ് നോക്കാം. നിയർലി 55,000 റേഞ്ചിന് താഴെ കിട്ടും. ആൻഡ് സെക്കൻഡ് ബിൽഡിന്റെ പ്രൈസ് ടോട്ടൽ 1,42,000 ഈ പ്രൈസ് റേഞ്ച് ആണ് വരുന്നത്. ഇത് ഡിപ്പെൻഡ് ചെയ്യും നിങ്ങൾ ഏത് ലിക്വിഡ് കൂളർ ആണ് എടുക്കുന്നത്, അതിന്റെ പ്രൈസിൽ ഓവറോൾ പ്രൈസ് ഡിപ്പെൻഡ് ചെയ്യും. ഇവിടെ ഞാൻ 240mm ലിക്വിഡ് കൂളർ വെച്ചിട്ടുള്ള പ്രൈസ് ആണ് ഇട്ടത്. നിങ്ങൾ 360 എടുക്കുന്നുണ്ടെങ്കിൽ അതിനനുസരിച്ച് പ്രൈസ് ചെറിയ വേരിയേഷൻ ഉണ്ടാകും. ഓക്കെ, ഇൻ കേസ് സിമിലർ പ്രൈസ് റേഞ്ചിൽ ഇന്റലിന്റെ ഒരു പ്രോസസ്സർ നോക്കുന്നുണ്ടെങ്കിൽ ഇവിടെ നമുക്ക് റെക്കമെൻഡ് ചെയ്യാൻ പറ്റിയത് ഇന്റലിന്റെ i7 14700K മാത്രമാണ്. പ്രൈസിംഗ് കമ്പയർ ടു 7
7900X കൂടുതലാണ്, ഒരു 3000 റുപ്പീസ് കൂടുതലാണ്. ആൻഡ് ഓൾസോ മദർ ബോർഡ്സിൻ്റെ പ്രൈസും കൂടുതലായിരിക്കും. Z790 സീരീസ് മദർ ബോർഡ്സ് നോക്കുവാണെങ്കിൽ ഒരു 19,000 റേഞ്ചിലാണ് നല്ല മദർ ബോർഡ് സ്റ്റാർട്ട് ആകുന്നത്. അങ്ങനെ നോക്കുമ്പോൾ ഓവറോൾ ഒരു 5,000 to 6,000 ഡിഫറൻസ് വരും. സോ ഇതാണ് ഫ്യൂ സ്പെക് റിക്കമെൻഡേഷൻസ് എനിക്ക് പറയാനുള്ളത്. അധികം സ്പെക്സ് പറഞ്ഞ് ഞാൻ കൺഫ്യൂസ് ആകാനൊന്നും നോക്കുന്നില്ല. ബേസിക് ആയിട്ടുള്ള കുറച്ച് മിനിമൽ ആയിട്ടുള്ള ആൻഡ് അത്യാവശ്യം ഈ പ്രൈസ് റേഞ്ചിലുള്ളതാണ് കൂടുതൽ പേരും ചോദിക്കുന്നത്. ഒരു 50 അല്ലെങ്കിൽ 70, പിന്നെ ഒരു 1 lakhും 1 lakhിന് അബോ അണ്ടർ 1,50,000 ഈ പ്രൈസ് റേഞ്ചിൽ. അപ്പം ഇതിൽ നിങ്ങൾക്ക് ചെറിയ വേരിയേഷൻസ് ചെയ്തുകൊണ്ട് നിങ്ങളുടെ പ്രിഫറൻസും നിങ്ങളുടെ ചോയ്സും മെയിൻറ്റെയിൻ ചെയ്തുകൊണ്ട് നിങ്ങൾക്ക് ബിൽഡ് നോക്കാവുന്നതാണ്. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാം, ഇല്ലെങ്കിൽ ഡിസ്ലൈക്ക് ചെയ്യാം. ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഡു സബ്സ്ക്രൈബ് ടു മൈ ചാനൽ. ആൻഡ് ഈ പറഞ്ഞ സ്പെക്കിൽ ഏതെങ്കിലും ബിൽഡ്സ് വേണമെന്നുണ്ടെങ്കിൽ, ബിക്കോസ് ഓഫ് കോഴ്സ് നമ്മുടെ പ്രൈസിംഗ് ആണ് ഈ പറഞ്ഞത്, സോ ഈ കാണുന്ന നമ്പറിൽ വാട്സാപ്പിൽ മെസ്സേജ് ചെയ്താൽ മതി, നമുക്ക് സെറ്റ് ആക്കാം. അടുത്തൊരു വീഡിയോയിൽ കാണാം. ടിൽ ദെൻ ബി പോസിറ്റീവ് ആൻഡ് സ്റ്റേ ഹാപ്പി.